ത്രിയേക ദൈവത്തിന് സ്തുതി. ഉണർവ് 2025 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് വാലയിൽ ശ്രീമതി ശോശാമ്മ കോരതിന്റെ ഭവനത്തിലാണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഉണർവ് 2025 സ്വാഗതം. അമ്മയുടെ ബാല്യകാലങ്ങളെ കുറിച്ചൊന്ന് അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. പഴയകാല ഓർമ്മകള്, സ്വന്തം കുടുംബം, മാതാപിതാക്കള്, നിങ്ങൾ സഹോദരങ്ങൾ എത്ര പേരായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? പറയാമല്ലോ. ഞാൻ 1948 മെയ് 24 ഞാൻ ജനിച്ചത്. കുടുംബം പേര്? കുടുംബത്തിന്റെ പേര് പുളിനാട്ട് ഹൗസ്, മണ്ണൂര് കീഴിലാണ്. എന്റെ താഴെ ഒരനിയത്തിയുണ്ട്. അനിയത്തി എന്നിൽ 3 വയസ്സ് ഇളയതാണ്. അവള് ഇവിടെ പെരിങ്ങാട്ട് കല്യാണം കഴിച്ചേക്കണം. അവള് വീട്ടൂര് സ്കൂളിലെ കെമിസ്ട്രിയുടെ സാറായിട്ട് റിട്ടയർ ചെയ്തു. അവളെ കല്യാണം കഴിച്ചേക്കണ സാറ് കോളേജ് പ്രൊഫസറായിരുന്നു, ഐരാപുരം കോളേജില്. പിന്നെ എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. മൂച്ചയാക്കട പേര് ഡോക്ടർ ഗീവർഗീസ്, വെറ്റിനറി ഡോക്ടറാണ്. അവൻ മണ്ണൂത്തിയില് വർക്ക് ചെയ്യണു. വൈഫും വെള്ളായനക്കര കാർഷിക കോളേജില് പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തു. 2 പേരും PhD ക്കാരാണ്. പിന്നെ ഇളയ ഞങ്ങളെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ വർക്ക് ചെയ്യണം. ആങ്ങളുടെ വൈഫിന് ജോലിയില്ല, അവള് BEd കഴിഞ്ഞതാണ്, ഹൗസ് വൈഫാണ്. പിന്നെ മാതാപിതാക്കളുടെ പേരൊന്ന് പറയാമോ? മാതാപിതാക്കളുടെ പേര് അപ്പച്ചന്റെ പേര് ഐസക് എന്ന്, അമ്മയുടെ പേര് മറിയാമ്മയെന്ന്. കൃഷിയായിരുന്നു മെയിൻ കാര്യങ്ങൾ. വീട്ടിലെ കൃഷി പാടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പച്ചൻ ഒരു കൃഷിക്കാരനായിരുന്നു. ഞങ്ങളെ കൃഷി കൊണ്ടാണ് വളർത്തിയത്. അങ്ങനെ അന്നൊക്കെ നമ്മള് കൃഷിക്ക് പാടത്തേക്ക് ഇറങ്ങലോ അങ്ങനെ കാര്യങ്ങളൊക്കെ? അങ്ങനെ ഞാനൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പച്ചൻ പണി ചെയ്യായിരുന്നു. തൂമ്പ പിടിച്ച് കിളയ്ക്കുകയൊക്കെ ചെയ്യായിരുന്നു. വരമ്പ് വെക്കാനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്പച്ചൻ ചെയ്യായിരുന്നു. ഞങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല. ഞങ്ങളിങ്ങനെ സ്കൂളിൽ പോവും, വരും. അമ്മ ഭക്ഷണം ഉണ്ടാക്കി തരും. അതൊക്കെ കഴിച്ചങ്ങനെ സുഖമായിട്ട് ബാല്യകാലം വളരെ സുഖമായിരുന്നു. ഒരു അല്ലലച്ചിലൊന്നും. ഞാൻ ഏറ്റവും മൂത്തതാണ് വീട്ടില്. പക്ഷേ ഞങ്ങൾ വളരെ പൊന്നുപോലെയാണ് ഞങ്ങളെ മാതാപിതാക്കൾ വളർത്തിയത്. അതിന്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നും എനിക്ക് ഒരു ഉത്തരവാദിത്വം തോന്നിയിട്ടില്ല. ഞാനിങ്ങനെ തിരിച്ചു കളിച്ചിങ്ങനെ നടന്നു എന്നല്ലാണ്ട് അമ്മച്ചി അപ്പച്ചനും ഹെൽത്ത് ആയതുകൊണ്ട് അങ്ങനെ എനിക്ക് മൂത്തതായതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്ക് 4 മക്കളാണുള്ളത്. 4 പേരും പെൺപിള്ളേരാണ്. പിന്നെ 1978 അപ്പായി സൗദിയിട്ട് പോയി. അപ്പൊ പിള്ളേരെ നോക്കേണ്ട ഉത്തരവാദിത്വം മുഴുവൻ എനിക്കായിരുന്നു. ഞാൻ വീടിന്റെ ചുമതല മുഴുവൻ വഹിച്ച. അങ്ങനെ പിള്ളേർ ഇവിടെ സ്കൂളിൽ പോയി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വർഷത്തിലൊരിക്കൽ വരികയായിരുന്നു നാട്ടില് ലീവിന്. അപ്പൊ ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളതൊക്കെ അപ്പായി ചെയ്ത് തീർത്ത് അങ്ങനെ പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 8 വർഷമാണ് അവിടെ. പിന്നെ കുറെ വർഷം DBAയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ എവരി 3 മന്ത് നാട്ടിൽ വരായിരുന്നു. അപ്പൊ നാട്ടിൽ വരുമ്പോ ഈ 3 പിള്ളേരുടെ കല്യാണത്തിന് എൻഗേജ്മെന്റ് നടത്തിയിട്ടും പിന്നെ 3 ദിവസം കഴിയുമ്പോൾ അപ്പായി വരുമ്പോ 4 പിള്ളേരുടെ വിവാഹം അങ്ങനെയാണ് നടത്തി കിട്ടിയത്. ദൈവകൃപ കൊണ്ട് കുഴപ്പമില്ലാണ്ട് അങ്ങനെ ദൈവം നടത്തി കിട്ടി. മക്കളെ ആളെ കല്യാണം കഴിച്ചേക്കണ കോതമംഗലത്ത്. അവൻ കോളേജില് പഠിപ്പിക്കണം, കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിൽ. അവള് MSc ഫിസിയോളജി അതിന്റെ PhD കഴിഞ്ഞിപ്പോ അവിടെ കോളേജിൽ പഠിപ്പിക്കുകയാണ്. 2ാമത്തെ ആള് ഡെന്റിസ്റ്റാണ്. അവളും അവിടെ തന്നെ പഠിപ്പിക്കുകയാണ് കോതമംഗലത്ത് പള്ളിവക കോളേജില്. 3ാമത്തെ ആള് MBA കഴിഞ്ഞ് അവിടെ ക്രൈസ്റ്റ് കോളേജിൽ പഠിപ്പിക്കണം. 4ാമത്തെ മോള് ഇവിടെ ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യാണ് UIയില്. 4ാമത്തെ മോനും പിള്ളേരും കൂടിയാണ് ഇപ്പൊ ഒത്ത ജീവിതം. ദൈവകൃപ കൊണ്ട് ഓരോ ദിവസവും ദൈവം നടത്തുന്നു. നമ്മുടെ ബാല്യ കൗമാരങ്ങൾക്ക് ശേഷം വിവാഹത്തിലേക്ക് കടന്നു വന്നത് എപ്പോഴായിരുന്നു? ഏത് വർഷമായിരുന്നു വിവാഹം? 1969. ഞാൻ അവിടുത്തെ കയറി വന്നപ്പോ ഈ കുടുംബത്തെ കുറിച്ചൊന്ന് പറയാമോ? കുടുംബത്തിലെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. പിന്നെ ഈ വീട് ഒരു കൃഷിക്കാരുടെ കുടുംബമായിരുന്നു. വാലയിൽ കുടുംബം കൃഷിക്കാരൻ. അമ്മ വളരെ ഇതായിരുന്നു, സഹകരണം ഉണ്ടായിരുന്നു. അമ്മ വളരെ അങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അമ്മ എല്ലാത്തിനും സഹകരിക്കാറുണ്ട്. പിന്നെ എന്റെ ഓർമ്മയിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും കാണാത്ത ഒരു കാര്യമുണ്ട്. അപ്പനും അമ്മയും അതിരാവിലെയും വൈകിട്ടും അവര് 2 പേരും എന്റെ മനസ്സിൽ ഒന്നിച്ച് ഇരുന്ന് ബൈബിള് വായിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. 2 പേരും അപ്പനും അമ്മയും ഒന്നിച്ച് ഇരുന്ന്. എന്ന ആദ്യത്തെ അനുഭവം അതാണ്. രാവിലെ ആണെങ്കിൽ അവർ 2 പേരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും, വൈകുന്നേരം അവർ 2 പേരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കായിരുന്നു. പിന്നെ എന്നും
രാവിലെ അവർ രണ്ടുപേരും പള്ളിയിൽ പോവുകയും ചേർന്ന് എല്ലാ ദിവസം കുർബാന അനുഭവിക്കുകയും ചെയ്യായിരുന്നു അന്നത്തെ കാലത്ത്. അതാണ് എനിക്ക് പിന്നെ അതിന്റെ ഒരു അനുഗ്രഹം നമുക്ക് ഇപ്പൊ ഉണ്ടല്ലോ. വളരെ ഒരു ഭയഭക്തിയിലാണ്. അപ്പനാണ് ഈ സൺഡേ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അല്ലല്ലോ ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടറായിട്ട്. അപ്പൊ അപ്പന്റെ പേരിൽ ഒരു ഇത് പള്ളിയിൽ കൊടുക്കണ്ട ഒരു സ്കോളർഷിപ്പ്. അങ്ങനെ പിന്നെ അമ്മയാണെങ്കിലും നല്ലൊരു അങ്ങനെ വളരെ നല്ലൊരു പെരുമാറ്റമായിരുന്നു അമ്മയുടെ. അപ്പനൊരു ശാന്ത പ്രകൃതിയായിരുന്നു. അമ്മയും പിന്നെ ജീവിത പങ്കാളി അപ്പായി നല്ല സ്നേഹമായിരുന്നു. FACT-യിലായിരുന്നു ജോലി, എലൂർ FACT-യിലായിരുന്നു. അപ്പച്ചന്റെ ഒരു മരണം, ആ കാര്യങ്ങളൊന്ന് പറയാവോ? ജീവിത പങ്കാളിയുടെ അപ്പായി വളരെ സ്നേഹമുള്ള ഒരു ശാന്ത പ്രകൃതിയായിരുന്നു അപ്പായിക്ക്. പിന്നെ അപ്പായിക്ക് ഒരു 1915 മരിക്കണത്. 15 അതിന് 5 വർഷം മുമ്പ് അപ്പായിക്ക് ഒരു അറ്റാക്ക് പോലെ ഉണ്ടായിരുന്നു. ബൈപ്പാസ് സർജറി കഴിഞ്ഞ് ലിസിയിലാണ് അത് ചെയ്തത്. അതിൽ നിന്ന് കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയത്. അത് കഴിഞ്ഞ് 2015 പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട്. ഞാൻ പള്ളി കഴിഞ്ഞ് വെച്ച് വരണം. അപ്പായി ഇങ്ങനെ കസേരയിൽ ഇരിക്കുകയത്. പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് ആള് വീഴാൻ പോണ മാതിരി വന്നു. അപ്പൊ എടുത്ത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും ഡൗൺ ആയി പോയായിരുന്നു. അങ്ങനെ 15 മാർച്ച് 22-ാം തീയതിയാണ് അപ്പായി മരിക്കുന്നത്. 2015 മാർച്ച് 22-ാം തീയതിയാണ് അപ്പായി മരിക്കുന്നത്. അത് വലിയൊരു പിള്ളേരൊക്കെ ചെറുതായിരുന്നു. പിന്നെ അപ്പായിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അപ്പായി പിള്ളേരുടെ കല്യാണം ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടത്തി. ദൈവം കൊണ്ട് കുഴപ്പമില്ലാതെ അങ്ങനെ ദൈവത്തിന്റെ ഒറ്റ കൃപ മാത്രമാണ് ജീവിക്കുന്നത്. അങ്ങനെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ പ്രിയപ്പെട്ട അമ്മയ്ക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. നമ്മുടെ ദേവാലയവുമായി ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് പങ്കുവെക്കാനുണ്ടോ? ദേവാലയമായിട്ട് പള്ളി എല്ലാവരും നല്ല സഹകരിച്ചാണ് പള്ളിയിൽ എല്ലാവരും വന്നുകൊണ്ടിരുന്നത്. പിന്നെ പള്ളി പൊളിക്കണമെന്ന് പറഞ്ഞു, അങ്ങനെ പള്ളി പൊളിച്ചു. പിന്നെ ഞാനും അപ്പായിയും കൂടിയാണ് പള്ളിയിൽ ഇവിടെ ഉള്ള സമയത്ത് പള്ളിയിൽ രാവിലെ വന്ന് കുർബാനയ്ക്ക് കൂടാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പഴയ പള്ളി ആയിരുന്നപ്പോഴും ഞാൻ ഒരു ദിവസം ഭജന ഇരിക്കാറുണ്ട്. ഒന്നല്ലെങ്കിൽ കഷ്ടാനുഭവാഴ്ചയിൽ തിങ്കൾ അല്ലെങ്കിൽ ചൊവ്വ ഏതെങ്കിലും ഒരു ദിവസം മസ്റ്റായിട്ട് വന്നിരിക്കാറുണ്ട്. അതിന് ആ ഒരു ശീലത്തിന് വന്നിട്ടില്ല. കല്യാണം കഴിച്ച് വന്നേ പിന്നെ അതൊട്ട് ഇന്ന് വരെ നമ്മള് ദൈവം അനുഗ്രഹിച്ച് അല്ല, കല്യാണം കഴിച്ച അന്നേരം മുതൽ വന്നില്ല. എനിക്കൊരു സംശയമുണ്ട്. പിള്ളേരൊക്കെ വലുതായി കഴിഞ്ഞ പിന്നെയാണ് വന്നു തുടങ്ങി. എന്നാലും ഇപ്പോഴും ആ ഒരു ശീലമുണ്ട്. അല്ലെങ്കിൽ എന്റെ മനസ്സ് സമ്മതിക്കില്ല. ദൈവകൃപ കൊണ്ട് അങ്ങനെ പോകണം. ഒരു 2 വരി പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടിത്തരാവോ? ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലോ ജീവിതത്തിൽ സർവവും. കുഞ്ഞും നാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ, ശരീരം പാടി നിന്നെ വളർത്തി, നെഞ്ചുണർത്തും ചൂടു നൽകി നിന്നെ വളർത്തി, ഇത്ര നല്ല ദൈവത്തെ നീ മറന്നു പോയോ. ഇന്നത്തെ യുവതലമുറയോടുള്ള ഒരു ഉപദേശം, അവർക്ക് കൊടുക്കാൻ പറ്റിയൊരു മെസ്സേജ് എന്തെങ്കിലും ഒന്ന് പറയാവോ? എല്ലാവരും അനുസരണയുള്ള മക്കളായി വളരണം. മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുക, അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ദൈവാശ്രയത്തിൽ വളരാനും ഞാൻ യുവാക്കളോട് പറയുന്നു. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ദൈവം എപ്പോഴും ദൈവമേ എന്നെ വഴി നടത്തണേ, രാവും പകലും എനിക്ക് കൂട്ടായിരിക്കണം. ഓരോ സ്റ്റെപ്പ് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ദൈവം കൂടെ ഇരുന്ന് പരിശുദ്ധാത്മാവ് വഴി നടത്താനായിട്ട് നമ്മൾ ദൈവത്തോട് യാചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ യാചനകളും ദൈവം പരിശുദ്ധാത്മാവിൽ കൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് ഇത്രയും നേരം ഞങ്ങളോടുകൂടെ സംസാരിച്ചതിന്, വിശേഷങ്ങള് അനുഭവങ്ങൾ പങ്കുവെച്ചതിന്, യുവജനങ്ങൾക്കൊക്കെ ഒരു നല്ലൊരു മെസ്സേജ് പറഞ്ഞു തന്നതിനൊക്കെ, ഒരു പാട്ട് പാടി തന്നതിന് എല്ലാത്തിനും സന്തോഷമുണ്ട്. അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർത്തോളാം. താങ്ക് യു. സന്തോഷകരമായ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു വ്യക്തിയുമായിട്ട് പരിചയപ്പെടാം എന്നുള്ള പ്രത്യാശയോടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.